എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓണത്തിൻ്റെ ഒരു പോസ്റ്ററാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും മറ്റും പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പോസ്റ്ററാണ്. അപ്പം സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മണ്ടയിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു നെറ്റിൽ കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ആ ഇമേജിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള കളർ ഗ്രേഡിയൻറ്റ് അത് ഇതിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാം. 2 കളറാണ്, ഒരു യെല്ലോയും ഒരു ഗോൾഡൻ കളറും. ഓക്കെ, അതിൽ നിന്ന് ആ കളർ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മൾ നെറ്റിലെടുത്ത് നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് പ്ലേസ് ചെയ്യില്ലേ, അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഇറേസ് ചെയ്യാം. നമുക്ക് എത്രയാണ് പോർഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏതൊക്കെ കളറാണ് പോകേണ്ടത്, ആ ഓണത്തപ്പൻ്റെ കൊടയും മറ്റേ ആ അത്തപ്പൂക്കളവും പിന്നെ തൃക്കാക്കരപ്പൻ്റെ ആ സംഭവവും അത്രയും മതി. അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള 2 കളറ്, യെല്ലോ ഗോൾഡൻ കളറ്, ഈ 2 കളറ് നമുക്കങ്ങ് ഇറേസ് ചെയ്തില്ല. നമുക്ക് ആ കളർ തന്നെയാണ് ബാക്ക് ഡ്രോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളെന്താ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോഷോപ്പിലും മറ്റും ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പ്രൊഫഷണൽ ടച്ച് അത് ഈ പോസ്റ്ററിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, കളറെല്ലാം പോയിട്ടുണ്ട്. അതൊന്ന് സെൻട്രലാക്കിയിട്ട് ലോക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടിയത് വേറൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിനകത്ത് നല്ല കിടുക്കാഴ്ചയായിട്ടുള്ള നല്ല ഫോണ്ടുകളുണ്ട്. അത് മാത്രം നമുക്ക് എടുക്കണം. നമുക്കതിൻ്റെ കളറോ അതിൻ്റെ വാഴയിലയുടെ കളറോ ഒന്നും വേണ്ട. അപ്പം അതിനകത്തിലുള്ള ഹാപ്പി ഓണം അത് മാത്രം നമുക്ക് എടുത്താൽ മാത്രം മതി. ഇതേ സെയിം പ്രൊസീജിയറിൽ നമ്മൾ ചെയ്തെടുക്കണം. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പോയി വിസിറ്റ് ചെയ്യാം, വാച്ച് ചെയ്യാം, പഠിക്കാം. ഓക്കെ, നമ്മളതൊന്ന് അതിൻ്റെ കളർ കുറേ പച്ച കളറുണ്ട്, അതെല്ലാം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയണം. അതിനുശേഷം പറഞ്ഞുതരാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ആ പച്ച കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊന്ന് സർക്കിളാക്കി എടുക്കാം. സർക്കിളാക്കി എടുക്കുമ്പോൾ കൂടുതൽ വൃത്തി വരും അതിനകത്ത്. അപ്പോൾ കുറച്ച് ഈ പച്ച കളർ അതിനകത്ത് ബാക്ക് ഡ്രോപ്പുള്ള കളർ വരത്തുള്ളൂ. ഓക്കെ, അതുണ്ടാക്കി ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു വൈറ്റ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെയൊന്നും ഒരു 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇച്ചിരി ഷേപ്പ് ഡെപ്തൊക്കെ കൂട്ടി ഒന്ന് സെറ്റാക്കി ഒന്ന് സൈഡാക്കി അലൈൻ ചെയ്ത് അവിടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഷാഡോ കൊടുത്താൽ നമുക്കൊരു കണ്ണിന് കാണുന്ന ടൈപ്പുള്ളതാക്കുക വെക്കാം കട. അതിനുശേഷം ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരിലുള്ള ഒരു പോസ്റ്ററാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഏതിനകത്തിലേക്കുണ്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റാഗ്രാം, ഇത്രയും മീഡിയയിൽ എൻ്റെ ചാനലിൻ്റെ പേര് വരുന്നതാണ്. അപ്പം അതിൻ്റെ ലോഗോയും കൊടുത്ത് ചാനലിൻ്റെ പേര് വരുന്നതിന് മുന്നേ നമുക്കൊരു ബാറും കൊടുത്ത് ചാനലിൻ്റെ പേരും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവങ്ങൾ. നമുക്കൊരു ഫോണ്ടും കൊടുക്കാം, കാട്ടിയായിട്ടുള്ള ഫോണ്ട് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്കിതിനകത്ത് ഐക്കണുകൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡാ ഫോണ്ടിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ ഒരു ബാറും കൂടെ പ്ലേസ് ചെയ്യാം. ബാർ ഒരു നാരോ മതി, അതായത് ബോൾഡായിട്ടുള്ളത് വേണ്ട. ബോൾഡായിട്ടുള്ള അത് നമുക്കൊരു നാരോ ആക്കാം. സ്പേസൊക്കെ ഒന്ന് കൂട്ടി സ്പേസൊക്കെ ഒന്ന് കൂട്ടിയാൽ നമുക്കൊരു നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫോട്ടോഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ഈ പിക്സലാബിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് ഉപകാരമുണ്ട്.
ഓക്കെ, നമുക്കതിന് ബാക്ക് ഡ്രോപ്പിൽ ഒരു വെള്ള കളറും കൊടുത്ത് അവിടെ പ്ലേസ് ചെയ്യും. ഇത് ഓണത്തിൻ്റെ മാത്രമല്ല, ക്രിസ്മസിൻ്റെയും ചെയ്യാം, ന്യൂ ഇയറിൻ്റെയും ചെയ്യാം, ദീപാവലി ചെയ്യാം, പിന്നെ കേരളപ്പിറവി ദിനം ചെയ്യാം, പിന്നെ ഓണം, എല്ലാം നമുക്ക് ഇതേ ടൈപ്പിലൊക്കെ ചെയ്യാൻ പറ്റും. വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ് ഈ പിക്സൽ. നമുക്കിതിനൊക്കെ ഒരു ഷേപ്പും കൂടെ ആഡ് ചെയ്യാം. ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളൊരു വീഡിയോയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കാം. അപ്പം ഷേപ്പും കൂടെ ആഡ് ചെയ്ത, ഷേപ്പ് മീൻസ് എന്ന് വെച്ചാൽ ഒരു ബോർഡറാണ്. ആ ബോർഡർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾക്ക് ഓക്കെ, നമ്മുടെ പോസ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു കിടുക്കാച്ചൊരു വീഡിയോ ആയി കാണാം.